എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളിവിടെ കുറച്ച് നമുക്ക് പറയാനുണ്ട്. നമ്മളിവിടെ അടിപൊളിയായിട്ടിരിക്കണം. ഇന്ന് മെയ് 10 മദേഴ്സ് ഡേ ആണ്. ഞാനൊരു അമ്മയതിന് ശേഷമുള്ള ആദ്യത്തെ മദേഴ്സ് ഡേ ആണ്. എൻ്റെ ഫസ്റ്റ് മദേഴ്സ് ഡേ ആണ്. സത്യം പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ദിവസത്തിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് മദർഹുഡ് സെലിബ്രേറ്റ് ചെയ്യാനും അമ്മമാരെ വീണ്ടും ഓർക്കാനും വേണ്ടിയിട്ട് എല്ലാ ദിവസവും നമ്മൾ കാണുന്നതും ഓർക്കുന്നതും കാര്യമാണ് അമ്മയും അതേപോലെ തന്നെ മദർഹുഡും. അതേപോലെ തന്നെ ഒരു അമ്മയാവേണ്ട ആവശ്യമില്ല. ഹൗ ബിഗ് ഈസ് മദർഹുഡ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ കുറച്ചും കൂടെ ഞാൻ ഇപ്പൊ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, മുന്നേ അമ്മ ചെയ്തിരുന്ന പല ആക്ഷൻസും അല്ലെങ്കിൽ അമ്മ അന്ന് പറഞ്ഞിരുന്ന പല ജസ്റ്റിഫിക്കേഷൻസും അന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ലെങ്കിലും ഇന്ന് എനിക്കത് കുറച്ചും കൂടെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാർക്കും ഹൃദയം നിറഞ്ഞ മദേഴ്സ് ഡേ ആശംസകൾ. പറഞ്ഞതുപോലെ ഈ ഒരു ദിവസം ആവശ്യമില്ല എനിക്ക് എൻ്റെ അമ്മേനെ ഓർക്കാൻ വേണ്ടിയിട്ടും യുവിക്ക് എന്നെ ഓർക്കാൻ വേണ്ടിയിട്ടുള്ളതും അതേപോലെ തന്നെ ലോകത്തിൽ ആർക്കും അമ്മമാരെ ഓർക്കാൻ ഒരു മദേഴ്സ് ഡേ ആവശ്യമില്ല. പക്ഷെ എന്നാലും നമ്മളൊരു മദേഴ്സ് ഡേ ഇന്നങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു അല്ലേ? ഇങ്ങനെ ചീഞ്ഞു കുത്തിയിരിക്കുന്നത് ഒരു മദേഴ്സ് ഡേ ആവേശമില്ല മുഖത്ത്. ഇവൻ അറിഞ്ഞിരിക്കാത്തോണ്ടാണ് ഞാൻ ചീഞ്ഞു കുത്തിയിരിക്കുന്നത്. യുവി പറയൂ. എല്ലാ അമ്മമാർക്കും ഹൃദയം നിറഞ്ഞ മദേഴ്സ് ഡേ ആശംസകൾ അല്ലേ? എടുത്തോളാൻ എല്ലാ അമ്മമാരും യുവിനെ ഒന്ന് എടുത്തോളാൻ. അപ്പൊ ഇന്നങ്ങനെ വലിയൊരു പ്ലാനിങ് ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് ഒരു പുതുമയുള്ള ഒരു കാര്യം ഞാനിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ലാസ്റ്റ് നമ്മൾ ചെയ്ത നമ്മുടെ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ വീഡിയോ റീസെന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ റെസ്പോൺസ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അത്രയും റെസ്പോൺസ് ആ വീഡിയോക്ക് ഉണ്ടാവുന്ന സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരുപാട് മെസ്സേജും റിപ്ലൈയും ഇമെയിൽസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെന്തായാലും നമ്മുടെ മദേഴ്സ് ഡേയുടെ ഡേറ്റിനോട് അടുത്ത് വന്നു എന്നുള്ളത് ഞാൻ പ്ലാൻ ചെയ്യാതെ വന്നൊരു കാര്യമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നെപ്പോലെ റീസെൻ്റ്ലി പുതിയ അമ്മമാരായിട്ടുള്ള ഒരു 3-4 ആൾക്കാരെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയിൽ നിന്ന് പിക്ക് ചെയ്തെടുത്ത് അവരോടൊപ്പം ഒരു 30-40 മിനിറ്റ് ഒരു കോൺവെർസേഷൻ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് പേർക്കൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്ത കുറച്ച് ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്ത് ഇപ്പോൾ ഇവിടുത്തെ ഒരു 11:30 നാട്ടിലൊരു 3 മണിക്ക് നമ്മളൊരു ചെറിയ ഒരു ഗൂഗിൾ മീറ്റ് കോള് വെച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്യാൻ വേണ്ടി പോണത്. എപ്പോഴും മെസ്സേജിൽ കൂടിയും ഇമെയിലിൽ കൂടിയും വോയിസ് നോട്ട് കൂടി ആയിട്ടാണ് ഞാൻ ഓരോരോ ആൾക്കാരുടെ അടുത്തും സംസാരിച്ചിട്ടുള്ളൂ. ആദ്യമായിട്ട് ഇത് മുഖാമുഖം വന്ന് സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. യുവിയുടെ ഹായ് പടയോ എല്ലായിടത്തും വന്നിട്ട്? ഒരു ഹായ് പടയോ? ഒരു വികൃതി ചെക്കനായിരിക്കണു ഇപ്പോൾ. അപ്പോൾ ഞാനൊരു 10 മിനിറ്റിൽ ഗൂഗിൾ മീറ്റിൽ പോയിട്ട് വരാം. അതിന് മുന്നേ എനിക്ക് വിഷ്ണുവിനോട് കുറച്ച് ചടുല ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പം ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഞാൻ ഇന്നലെ ഇങ്ങനെ കിടക്കുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. താൻ അടുത്തറിഞ്ഞിട്ടുള്ള 3 അമ്മമാരുണ്ട് തൻ്റെ ജീവിതത്തിൽ. ആരൊക്കെയാണ് 3? വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയതായിരുന്നു. അമ്മു ചേച്ചി, ദീപ ചേച്ചി എല്ലാവരും ഉണ്ട്. പക്ഷെ എന്നാലും കുറച്ചും കൂടെ അതിനേക്കാളും ഒരു സ്റ്റെപ്പും കൂടെ അടുത്തറിയുന്നത് ചിലപ്പോൾ ഈ അമ്മമാരായിരിക്കും. ഈ 3 അമ്മമാരും പെട്ടെന്ന് താൻ ആലോചിക്കുമ്പോൾ തനിക്ക് ഓർമ്മ വരുന്ന ഒരു ഇൻസിഡന്റ് പെട്ടെന്ന് ടപ്പെന്ന് പറയണം. അതെന്താ ഇൻസിഡന്റ് ഓർമ്മ വരാം? അമ്മയോട് ബന്ധപ്പെട്ട ഇൻസിഡന്റ് ആയിട്ട് എനിക്ക് ഓർമ്മയില്ല. എല്ലാവരും അവരുടേതായ രീതിയിൽ വ്യത്യസ്തരാണ്. ഒരു നല്ല അമ്മയാണ്, ഒരു സൂപ്പർ ഫോർമുല ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ നല്ല അമ്മ എന്താണെന്ന് എനിക്കറിയില്ല. എല്ലാ അമ്മമാരും നല്ലതാണ്. അങ്ങനെ നല്ല അമ്മ ചീത്തമ്മ അങ്ങനെയൊന്നും പറയുന്നുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ അത് നമ്മളൊരു ഫോർമുല ഒന്നും ഇല്ല ഇതിൽ നന്മ കണ്ടെത്താനും. എല്ലാവരും അവരുടേതായ രീതിയിൽ വ്യത്യാസപ്പെട്ട ആൾക്കാരാണ്. ഞാനൊരു അമ്മയതിന് ശേഷം തനിക്ക് എൻ്റെ കണ്ട മാറ്റം എന്തായിരുന്നു? അതായിരിക്കും താൻ ഒരു ട്രാൻസ്ഫോർമേഷൻ കണ്ടത്. ഇപ്പോൾ എന്താ പറയാ, ഇപ്പോ തന്റെ അമ്മേനെയാണെങ്കിലും എന്റെ അമ്മേനെയാണെങ്കിലും ഒക്കെ താൻ പരിചയപ്പെടുമ്പോഴേ അമ്മയായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ആ സൈഡ് ഉണ്ട്. അതിനെ നമ്മൾ കാണുന്നത് ആ സമയത്താണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം അമ്മയാവുമ്പോ ഒരാള് ഉണ്ടാക്കിയെടുക്കുന്നതല്ല, ആ സംഭവം നമ്മൾ അത്രയും കാലം കാണുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഫാദർ ആയപ്പം ഞാനൊരു സ്പെഷ്യൽ ട്രെയിനിങ്ങിന് പോയിട്ടൊരു ഫാദർ ആയിട്ടില്ല. ബട്ട് നമ്മുടെ ഉള്ളിൽ കാണിക്കാത്ത ആ ഒരു ഫേസ് ഈ സമയത്ത് പുറത്തു വരുന്നുള്ളതാണ്. അപ്പം എനിക്ക് തോന്നുന്നു മദർഹുഡിലും പ്രോബബിലി സിമിലർ ആയിരിക്കും. എല്ലാവരും ഉള്ളിൽ ഒരു അമ്മയുണ്ട് അല്ലെങ്കിൽ ഒരു അച്ഛനുണ്ട്. അത് ആ റോളിലേക്ക് എത്തുമ്പോഴാണ് നമുക്കെന്നെ മനസ്സിലാവുക നമ്മൾ ഇങ്ങനെയാണെന്നുള്ളത്. പലതിനോടും പ്രതിപക്ഷ നേതാവിന് വിയോജിപ്പുണ്ട്. ഇവിടെ പ്രതിപക്ഷ നേതാവ്
പക്ഷെ ഇങ്ങനെ തോന്നുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. എപ്പോഴും നമ്മൾ മദർഹുഡിനെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ അമ്മ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും പറയുന്ന കാര്യം നമ്മുടെ 10 മാസത്തെ നമ്മുടെ ഒരു പ്രഗ്നൻസി ഫേസും അത് കഴിഞ്ഞിട്ടുള്ള ഡെലിവറിയിൽ നമ്മൾ അനുഭവിച്ച പെയിനും കാര്യങ്ങളും എല്ലാം അതൊരിക്കലും നമുക്ക് എന്താ പറയുക മാറ്റി പറയാൻ പറ്റുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അത് കുറവാണെന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എല്ലാ ആൾക്കാരും അത്രയും മെന്റൽ ഫിസിക്കൽ പെയിൻ അനുഭവിച്ചിട്ട് തന്നെയായിരിക്കും നമ്മുടെ കുട്ടീനെ പ്രസവിച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷെ ആക്ച്വലി എനിക്ക് തോന്നുന്നു അതിനേക്കാളും സാക്രിഫൈസും പെയിനും സന്തോഷവും സങ്കടവും ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ടാണ് ആ ഡേ തൊട്ട് നമ്മൾ അങ്ങോട്ട് പ്രിപ്പയർഡ് ആവുന്നത് അല്ലേ. ലൈക്ക് അത്രയും കാലം നമ്മൾ ജീവിച്ചൊരു ജീവിതമല്ല നമ്മുടെ ഡെലിവറി കഴിഞ്ഞ നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് നമ്മുടെ പ്രയോറിറ്റീസ് മാറുകയാണ്, നമ്മുടെ താല്പര്യങ്ങൾ മാറുകയാണ്, നമ്മുടെ ചിന്താരീതി മാറുകയാണ്. പിന്നെ ആ ഒരു ന്യൂ സെറ്റിനോട് നമ്മൾ യൂസ്ഡ് ആവുകയാണ്. ഞാനിപ്പോൾ മുന്നേ ചിന്തിച്ചതുപോലെയല്ല കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പം ഇന്നലെയൊക്കെ ഞാൻ പറയായിരുന്നു, ഇന്നലെ യുവി കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇപ്പോൾ നടക്കാനൊക്കെ തുടങ്ങിയതിന് ശേഷം, അതായത് പിടിച്ചു നിൽക്കാനൊക്കെ തുടങ്ങിയതിന് ശേഷം ആക്സിഡൻറ്റ്സ് കൂടുമല്ലോ. ഇന്നലെ യുവി മൂക്കൊന്ന് ഇടിച്ചു വീണു. എനിക്ക് ലിറ്ററലി ആ പെയിൻ എൻ്റെ മൂക്ക് കിട്ടി. അതെനിക്ക് ഭയങ്കര ഒരു ഈ പെയിൻ എനിക്ക് കിട്ടും തോന്നുന്നില്ല. ഇതൊരു കച്ചറ പെയിൻ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്. ഞാൻ കുറെ നേരത്തെ വർത്താനം പറഞ്ഞല്ലേ, കുറെ പറയുന്നില്ല. നമുക്ക് പോയിട്ട് നമ്മുടെ ദിസ് ഇസ് ക്ലിങ്ങി യുവി. ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുക. സമയം 11:20 11:30 നമ്മുടെ കോള്. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്യട്ടെ, ലേറ്റ് ആവണ്ട, കറക്റ്റ് സമയത്ത് നമുക്ക് ജോയിൻ ചെയ്യണം. ഇത് ഞാൻ അങ്ങനെ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുള്ളൊരു കാര്യമൊന്നും അല്ല കേട്ടോ. നമ്മുടെ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ വീഡിയോ റീസെൻ്റായിട്ട് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ റെസ്പോണ്ട് വന്നെയും ആൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുകയും ചെയ്തൊരു വീഡിയോ ആയിരുന്നു. എന്ത് ഉദ്ദേശത്തിലാണോ ഞാനത് പറഞ്ഞത് ആ ഒരു ഉദ്ദേശത്തിൽ ഒരുപാട് പേർക്ക് അത് എത്തി എന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമായിരുന്നു. റീസെൻ്റായിട്ട് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ നിന്ന് തന്നെ ഒരുപാട് പേര് അമ്മയായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒപ്പം അമ്മയായ അല്ലെങ്കിൽ എനിക്ക് തൊട്ട് ശേഷവും മുന്നേ അമ്മയായ ആൾക്കാരുടെ ഒപ്പമൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് ഒരു മണിക്കൂർ വളരെ ക്ലോസ് ആയി നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തും കൊണ്ടുള്ള ഒരു കുഞ്ഞു കോൺവെർസേഷൻ. ഒരുപാട് പേരായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഓപ്പണായി സംസാരിക്കാൻ വേണ്ടി സമയം കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് 3 പേരായിരുന്നു കേട്ടോ നമ്മൾ ഈ കോളിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസും നമ്മുടെ തോട്ട്സും എല്ലാം ഷെയർ ചെയ്തും കൊണ്ടുള്ള നല്ലൊരു കുഞ്ഞു കോളായിരുന്നു. എനിക്കാണെങ്കിൽ ഒരു ആഗ്രഹം യുവീനെ കൊണ്ട് എല്ലാവരും അടുത്തൊരു ഹൈ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവൻ്റെ സ്ലീപ്പ് ടൈം ഇങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഹായ് മാത്രം പറഞ്ഞ് യുവി പെട്ടെന്ന് പോയിട്ടോ. എല്ലാ ആൾക്കാരും വളരെ തുറന്ന് അവരുടെ പല എക്സ്പീരിയൻസും തോട്ടും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എനിക്കതൊരു ഭയങ്കര നല്ല കോൺവെർസേഷൻ ആയിരുന്നു. നിങ്ങൾ 3 പേരും എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ആദ്യം അവർ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കോളിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ലോങ് വീഡിയോൻ്റെ ഭാഗമാക്കില്ല എന്നുള്ളത്. കാരണം എല്ലാവർക്കും തുറന്ന് സംസാരിക്കാൻ അപ്പോൾ ഒരു മടി വരുമല്ലോ. എന്തായാലും നല്ലൊരു കോളായിരുന്നു, ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു. ഇവരുടെ പെർമിഷനോട് കൂടെ നമ്മൾ കോളിൽ ജോയിൻ ചെയ്ത 3 ആൾക്കാരെയും കൂടെ നമ്മളൊന്ന് കാണിക്കുകയാണ് കേട്ടോ. 3 പേരും നല്ല അടിപൊളിയായി അവരുടെ ഈ ഒരു പുതിയ റോള് നല്ല കിടിലുമായിട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ഭാഗത്തു നിന്നൊരു കുഞ്ഞ് ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ നാട്ടിൽ നിന്ന് തന്നെ ഒരു കുഞ്ഞ് ഹാമ്പർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് 2 ദിവസത്തിൽ നമ്മൾ ഇവരുടെ അഡ്രസ്സിലോട്ട് അയക്കുന്നതാണ്. ഇതൊരു ഗിവ് അവേ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഇത് എൻ്റെ ഭാഗത്തു നിന്നുള്ള ചെറിയൊരു ടോക്കൺ ഓഫ് ലവ് നമ്മൾ ചാനലിൽ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ഇത് എൻ്റെ ലൈഫിലെ പല സിറ്റുവേഷൻസും ക്ലോസ് ആയിട്ട് കണ്ടിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നൊരു ചെറിയ ടോക്കൺ ഓഫ് ലവ്. ഞാൻ കുറച്ച് ആലോചിച്ചിട്ട് തന്നെയാണ് ഈ ഹാമ്പറിൽ നമുക്ക് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്ലാൻ ചെയ്ത്. നമ്മുടെ അമ്മമാർക്ക് കുറച്ചൊരു സെൽഫ് കെയറിന് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കേട്ടോ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഹാമ്പർ കംപ്ലീറ്റ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഇത്രയും കാലമായിട്ട് എൻ്റെ യൂട്യൂബ് കരിയർ സ്റ്റാർട്ട് ചെയ്തതിൽ ഞാൻ ചെയ്ത ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു കാര്യമായിരിക്കും. എനിക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു. കോളിൽ ജോയിൻ ചെയ്ത് 3 പേരായിട്ടുള്ള കുഞ്ഞു കോളായിരുന്നു. കാരണം ഒരുപാട് പേരാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കുറച്ച് നേരം സംസാരിക്കാനുള്ള ഒരു സമയം ഉണ്ടായിരിക്കില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമ്മൾ 3 പേര് ജോയിൻ ചെയ്ത് ഭയങ്കര അടിപൊളിയായിരുന്നു. എല്ലാവരും എല്ലാവരുടെ മദർഹുഡ് ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്തു. എല്ലാവരും ഈ പറയുന്ന പോലെ ന്യൂ മദേഴ്സാണ്. കുട്ടി 1 വയസ്സ്, 1.5 വയസ്സ്, 10 മാസം, 5 മാസം അങ്ങനെയൊക്കെയുള്ള അമ്മമാരാണ് നമ്മൾ കൂടിച്ചേർന്നത്. ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു. അവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും അവരുടെ കുറേ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്ത് അടിപൊളിയായിരുന്നു. എനിക്കിത് ഞാൻ വേർഡ്സിലിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറവായി പോകും.
പക്ഷെ എൻ്റെ ഇത്രയും കാലത്തെ യൂട്യൂബ് കരിയറിൽ ഞാൻ ചെയ്ത അടിപൊളി ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം കണക്ട് ചെയ്ത് സംസാരിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു കോള്. ഇത് കഴിഞ്ഞുടനെ ഞാൻ വന്ന് പറഞ്ഞോട്ടോ, ഞാൻ നിങ്ങൾ തുള്ളി ഇത്ര എക്സൈറ്റ്മെന്റിൽ ഞാൻ സംസാരിക്കുന്നത്. യുവിനെ കൊണ്ട് നമ്മളൊരു ഹായൊക്കെ പറയിപ്പിച്ചു. യുവി പക്ഷെ ഭയങ്കര ഉറക്കം വന്നിട്ട് ഇരിക്കുകയായിരുന്നു. യുവിയും വിഷ്ണുവും കൂടെ മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പം ഇനി മെല്ലെ മുകളിലോട്ട് പോട്ടെ. രണ്ടമ്മമാരെയും ഒന്ന് വിളിച്ച് മദേഴ്സ് ഡേ ഒക്കെ ഒന്ന് ചെറുതായിട്ട് വിഷ് ചെയ്യട്ടെ. ഇന്നങ്ങനെ ഇനി വലിയ കാര്യമായിട്ടുള്ള അങ്ങനെ ഒരുപാട് പരിപാടികളൊന്നുമില്ല. പുറത്തു പോയി കഴിച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ, എല്ലാവരെയും കൂടെ കൂട്ടിയിട്ട് പുറത്തു പോകാൻ പറ്റുമോ നോക്കാം. മദേഴ്സ് ഡേ ഒക്കെ അല്ലേ, എല്ലാ അമ്മമാരെയും കൂട്ടി നമുക്ക് പുറത്തു പോകാൻ പറ്റുമോ നോക്കാം. എണീറ്റോ? ഇത് മുഴുവൻ എനിക്ക് തൂക്കാനുള്ള ഡ്രസ്സാണ്. എന്നും മദേഴ്സ് ഡേ അല്ലെങ്കിലും എന്നും ബിസി ആയത് കാരണം ഒരു ലോഡ് തുണി എനിക്ക് മടക്കാനും തൂക്കാനും ഉണ്ടായിരുന്നു. ആ ലോഡ് തുണിയുടെ 80% ഞാൻ മടക്കി വെച്ചു. ബാക്കി 100% തുണികൾ എനിക്കൂടെ തൂക്കാനാണ്. ഈ മടക്കി തൂക്കാൻ പറ്റുന്ന ഒരു മെഷീൻ വരികയാണെങ്കിൽ വീട് വിറ്റിട്ടാണെങ്കിലും ഞാൻ അത് വാങ്ങിക്കും. ജീവിതം വളരെ എളുപ്പമാവും. എൻ്റെ കോള് കഴിഞ്ഞു. നല്ലായിരുന്നു. ഞാനൊരു 30 മിനിറ്റാണ് വിചാരിച്ചത്. പക്ഷേ എല്ലാവരും നന്നായി സംസാരിക്കണ്ടായിരുന്നു. ഗുഡായി സംസാരിച്ചു. ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു. എല്ലാവരും അവരുടെ ജേണി ഒക്കെ ഒന്ന് ഓരോരുത്തർക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ ഒപ്പീനിയനും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള നല്ല എവ്രിബഡീസ് മദർഹുഡ് ഇസ് ഡിഫറെൻറ്റ്. ഗുഡായിരുന്നു. അല്ല കൈ വേണ്ട എനിക്ക്. കൈ വേണ്ട, തരൂ. 2, 3 ഒന്നും വേണ്ട, തരൂ കേട്ടാ. ഗിഫ്റ്റ് വേണം എനിക്ക്. നമുക്ക് വലിയൊരു പ്ലാനൊന്നും ഇല്ല കേട്ടോ. വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല. അപ്പൊ വീട്ടിലേക്കൊന്ന് വിളിക്കണം. പിന്നെ ലഞ്ച് എന്താ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇന്നീ പറഞ്ഞതുപോലെ മദേഴ്സ് ഡേ ആണല്ലോ, അതുകൊണ്ട് കോഫിയും ലഞ്ചും ഒക്കെ വിഷ്ണു ഉണ്ടാക്കുമായിരിക്കും. ഞാൻ വിചാരിച്ചിട്ടൊന്നുമില്ല. ഞാനിപ്പറ്റി ചിന്തിച്ചിട്ടല്ലേ എന്താ ചെയ്യണമെന്നുള്ളത്. ഞാനിന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു നമ്മുടെ ഈ ഒരു കോളിന്. അപ്പൊ എന്റെ തല ഫുള്ള് ഞാൻ ആക്ച്വലി ഇന്നലെ തൊട്ടിട്ട് അതിലോട്ടാ ഇടുന്നുണ്ടായിരുന്നേ. എന്തൊക്കെ സംസാരിക്കും എന്നുള്ളതിനൊക്കെ പറ്റിയിട്ട്. അപ്പൊ എനിക്കറിയില്ല എന്താ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ പോണെന്ന്. സമയം 1 മണി ആയിട്ടുണ്ട്. എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ പുറത്ത് പോകാൻ പറ്റുമോ എന്ന് നോക്കണം. അത്രയൊക്കെ തന്നെയാണുള്ളൂ. വിഷ്ണു എന്തോ ഗിഫ്റ്റ് എടുക്കാന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എപ്പോ താഴെ എഴുതിയതല്ലേ? You are everything I could hope for in a mother for him and more. It touched me. He's so lucky to have you, and so am I. You have made our family stronger, warmer, and full of love in a way I didn't even know was possible. Now from our little boy, hi mama, it's Yuvi. I might be small and not able to say it yet, but I feel it every day. I love your cuddles, your voice, and how safe I feel with you. ഇത് ഭയങ്കര അടിപൊളി ലെറ്റർ ആയിട്ടോ വിഷ്ണു. ശരിക്ക് എനിക്ക് ഈ സെന്റൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. യു ആർ എവറിത്തിങ് ഐ കുഡ് ഹാവ് ഹോപ്ഡ് ഫോർ ഇൻ എ മദർ ഫോർ ഹിം. നീ അതുപോലെ നിർത്തിച്ചിറക്കും. താങ്ക് യു ഫോർ ടേക്കിംഗ് കെയർ ഓഫ് മീ, ഫോർ ഹോൾഡിംഗ് മീ and for loving me so much. You are the best mama I could ever have. Love you, Yushi. Happy first Mother's Day. We love you more than words can ever say. നല്ല ലെറ്റർ. മോള് വന്ന് പിക്ചർ വെച്ചിട്ട് താങ്ക് യു.
പക്ഷെ തന്നെ മമ്മാന്ന് എഴുതിയത് അമ്മാന്ന് എഴുതിയത് ദി ബെസ്റ്റ് അമ്മ ഇൻ ദ വേൾഡ്. ഇത് ഭയങ്കര ക്യൂട്ടായിട്ട് കേട്ടോ. പക്ഷെ എനിക്ക് അമ്മ വേണമായിരുന്നു. അമ്മ കിട്ടുന്നില്ല. പക്ഷെ മമ്മയിലും അമ്മയിലും എല്ലാ ലെറ്ററും ഉണ്ട്. ഞാൻ പക്ഷെ നോക്കിയതാ കിട്ടില്ല. അത് ഇത് ഇതൊക്കെ ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തലയിരിക്കാണല്ലേ മമ്മ ഇതില് ഓരോ പിക്ചേഴ്സ് വെച്ചിട്ട് നല്ല രസമുണ്ട്. ക്വാളിറ്റി ഉണ്ടല്ലോ. ഇത് എവിടെയെങ്കിലും ഹാങ് ചെയ്യാല്ലേ? എനിക്കായിട്ട് ഈ വീട്ടിലൊരു സ്ഥലമില്ല. അതിന്റെ വിഷമം പറഞ്ഞ ആരെങ്കിലും അറിയാം. വിനിയായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്ന, റോസിന് എനിക്ക് വിളിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എനിക്കായിട്ട് ഈ വീട്ടിലൊരു സ്ഥലമില്ല എന്നുള്ളൊരു സത്യം നിങ്ങൾക്ക് അറിയാം. ഇത് നമ്മളെല്ലാവരുടെയും കൂടെ ലിവിംഗ് റൂമാണ്. വിഷ്ണുവിന് ഒറ്റയ്ക്ക് വർക്ക് റൂം ഉണ്ട്. എൻ്റെ വർക്ക് റൂം യുവിയുടെ റൂമായി. പിന്നെ ആ വാർഡ്രോബ് റൂമാണ് എൻ്റെ റൂം എന്ന് പറയാനുള്ളത്. പക്ഷെ അതിൻ്റെ അകത്തും എല്ലാവരുടെ ഡ്രസ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ എനിക്കായിട്ട് ഈ വീട്ടിലൊരു സ്ഥലമില്ല ഇത് തൂക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഒരു വിഷമം കേട്ടോ. ഞങ്ങൾ ആക്ച്വലി ഇവിടെ ഇങ്ങനെ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്താലോ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഇങ്ങനെ സൺ മറ്റേ ഗ്ലാസ് റൂഫൊക്കെ വെച്ചിട്ട്. അപ്പോ അതിന് ഞാൻ വിഷ്ണുവിന്റെ ലോൺ അപേക്ഷിച്ചിട്ടുണ്ട്. ചുമ്മാ പറഞ്ഞാട്ടോ അതൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വെരി ക്രിയേറ്റീവ് ഗിഫ്റ്റ്. ഈ ഒരു കഴിഞ്ഞ 7 കൊല്ലത്തിൽ വിഷ്ണു ഇത്രയും ക്രിയേറ്റീവ് ആയത് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൽ ആകെ ഒരു ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാ മമ്മ എന്നുള്ളതിന് പകരം അമ്മയാവാം. പക്ഷെ മമ്മയിലെ എല്ലാ അക്ഷരങ്ങളും അമ്മയിലുള്ളത് കാരണം എനിക്കത് ഓക്കെയാണ്. അത് ഇവിടെ ഉണ്ടല്ലോ പിള്ളേരധികം മമ്മ എന്നാണ് വിളിക്കുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷെ എനിക്ക് ഭയങ്കര സ്പെസിഫിക് ആയിട്ട് അമ്മ എന്നാണ് എന്നെ വിളിക്കുന്നത്. വലിയ കാര്യത്തിൽ ആവേശഭരിതമായിട്ട് ഞാൻ അമ്മേനെ വിളിച്ചിട്ട് ഹാപ്പി മദേഴ്സ് ഡേ എന്നൊക്കെ വിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞാൽ എന്താണെന്നറിയോ? എൻ്റെ ഒരു മദേഴ്സ് ഡേ പൊയ്ക്കൈ എവിടെ നിന്ന്. അത് കഴിഞ്ഞിട്ട് വിഷ്ണു വിഷ് ചെയ്തിട്ടുണ്ടേ താങ്ക് യു എന്നൊക്കെ. വീട്ടിൽ ചെറിയ റിനോവേഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് അമ്മയും അച്ഛനും കേട്ടോ. അപ്പോൾ 1-2 തവണ വിളിച്ചാൽ കിട്ടാഞ്ഞിട്ട് അച്ഛൻ്റെ ഫോണിലേക്ക് വിളിച്ച് പിന്നെ അമ്മേനെ വിളിച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ മദേഴ്സ് ഡേ വിഷ് ചെയ്തത്. ഇതിനപ്പോൾ ഈ വിളിച്ചതെന്നായിരുന്നു അമ്മ എന്നോട് ചോദിച്ചത്. തുടക്കത്തിൽ വിഷ്ണു പറഞ്ഞ പോലെ എല്ലാ അമ്മമാരും അവരുടേതായ രീതിയിൽ വ്യത്യസ്തരാണ്. നമുക്ക് ഏതെങ്കിലും ഒരു റിലേഷൻ വാക്കിൽ പറഞ്ഞ് പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ ബലിപ്പിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മളും അമ്മയും അമ്മയ്ക്ക് നമ്മളോടും ഒക്കെയുള്ള ബന്ധവും സ്നേഹവും ഒക്കെ ആയിരിക്കും. എത്ര കൂടുതൽ പറഞ്ഞാലും അത് കുറവായി പോകുന്ന റിലേഷനാണ്. മുന്നേ അമ്മ എന്നെ സ്വഭാവവും ശീലവും അനുസരണയും ഒക്കെ പഠിപ്പിച്ചിരുന്നു. ഇപ്പം ഞാൻ അമ്മേനെ സ്വഭാവവും ശീലവും അനുസരണയും ഒക്കെ പഠിപ്പിച്ചും കൊണ്ട് അങ്ങനെ നന്നായി പോണു. പിന്നെ അതിനുശേഷം അമ്മേനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മേനെ പറ്റി എനിക്കിങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല കേട്ടോ. എൻ്റെ വീട്ടിലിങ്ങനെ ചുമ്മാ തമാശയ്ക്ക് പറയും മരുമോൾക്ക് പറ്റിയ അമ്മായിയമ്മയാണ്, ചക്കിക്കൊത്ത ചങ്കരനാണ് എന്നൊക്കെ. എനിക്കും ഇതിൽ കൂടുതലൊന്നും എനിക്കിനി ചോദിക്കാനോ പറയാനോ ഇല്ല. നമ്മൾ പേരൻസ് ആവുമ്പോൾ അല്ലെങ്കിൽ ഞാനൊരു അമ്മയാവുമ്പോൾ എനിക്കിപ്പോൾ തോന്നുന്ന പല ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഇമോഷൻസ് എങ്ങനെയാണ് വാക്കിലിട്ടിട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. രാവിലെ എണീറ്റ് ഉടനെ യുവിടൊപ്പം കുറച്ച് നേരം ഇരിക്കുന്നതും വേറെ ആരുടെ കയ്യിൽ പോയി കഴിഞ്ഞാലും എൻ്റെ അടുത്തോട്ട് തിരിച്ചു വരാൻ അവൻ കാണിക്കുന്ന വെപ്രാളും എൻ്റെ കയ്യിലെത്തിക്കഴിഞ്ഞാൽ അവൻ എന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതും ഇതിൻ്റെയൊക്കെ എനിക്ക് തോന്നുന്നൊരു വികാരം എങ്ങനെയാണ് ഞാൻ വാക്കുകളിൽ കൂടെ പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാവരും ചെയ്തിട്ടുള്ള കാര്യമാണെങ്കിലും നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ ചുറ്റുമുള്ളവർ ചെയ്യുമ്പോഴും ഇതൊട്ടും എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. നമ്മൾ ഭയങ്കര എക്സ്ഹോസ്റ്റഡും ഓവർവെൽംഡും അല്ലെങ്കിൽ എംപ്റ്റിനെസ് ഫീൽ ചെയ്യുന്ന സമയം ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള മൊമെൻറ്റിലും ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് ഒട്ടും മക്കളെ അറിയിക്കാതെ സ്ട്രോങ് ആയി നിന്നും കൊണ്ട് നമ്മൾ നെക്സ്റ്റ് ജനറേഷനെ വളർത്തി വലുതാക്കി കൊണ്ടുവരികയാണ്. അതൊരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. സാധനം കാണിക്കാൻ വേണ്ടി ഞാനിവിടെ മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. ഇവിടെ ഡേ കെയറിൽ പോകുന്ന സമയത്ത് പിള്ളേരെ കൊണ്ട് അവരിങ്ങനെ ഓരോരോ ചെറിയ ആക്ടിവിറ്റീസ് ഇങ്ങനെ ഓരോരോ ഡേയ്സ് റിലേറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുമല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ഇത് ഏകദേശം ഒരു 4-5 ദിവസം മുന്നേ ഒരു ഡേ കെയറിന് കൊടുത്തയച്ചാട്ടോ. ഇത് മദേഴ്സ് ഡേക്ക് വേണ്ടിയിട്ട് യുവിയുടെ വക എനിക്കുള്ളൊരു ഗിഫ്റ്റായിട്ട് ഡേ കെയറിന് ഒരു ദിവസം കൊടുത്തയച്ചായിരുന്നേ. എനിക്ക് ഞാൻ ഭയങ്കര ഇമോഷണലായി പോയിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട്. ഇത് യുവിയുടെ ഫുഡ് പ്രിൻസ് ആണ് കേട്ടോ. അത് വെച്ച് അവരിങ്ങനെ ഒരു ഫ്ലവർ ഷേപ്പിൽ ചെയ്തിട്ട് ടു മമ്മ ഫ്രം യുവാൻ ഹാപ്പി മദേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞ് ടീച്ചേഴ്സ് ചെയ്തായിരിക്കും. പക്ഷെ ടീച്ചേഴ്സ് ചെയ്തതായിരിക്കുന്നല്ല, ടീച്ചേഴ്സ് ചെയ്തതാണ്. അപ്പോൾ ഫോർ മമ്മ ഫ്രം യുവാൻ, ഇത് ഡച്ചിലാട്ടോ എഴുതിയിരിക്കണേ. ഫോർ മമ്മ ഫ്രം യുവാൻ. അപ്പോൾ ഇങ്ങനെ ഒരു കവറൊക്കെ ചെയ്ത് ഭയങ്കര ഗംഭീരമായിട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു.
ഇതൊക്കെ ഒരു റിയൽ മെമ്മറി ആയിരിക്കില്ല. ഞാൻ ഇന്ന് ആക്ച്വലി കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യണം കേട്ടോ. ലഞ്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. ഞാൻ ചെയ്യണം വിചാരിച്ചായിരുന്നു എൻ്റെ ഭാഗത്തുനിന്ന് ഒരു മെമ്മറി എന്നുള്ളത്. ഞാനിങ്ങനെ കയ്യിൻ്റെ പ്രിന്റ് എടുക്കാൻ പറ്റുന്ന ഒരു ഫ്രെയിം വാങ്ങിയിട്ടുണ്ട് നമ്മുടെ 3 പേരുടെയും. അപ്പോൾ ഇന്നത്തെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നിങ്ങനെ പ്രിന്റ് എടുത്തിട്ട് നമുക്ക് മെമ്മറി ആയിട്ട് സൂക്ഷിക്കാം. നാട്ടിൽ പോയ സമയത്തെ കയ്യിൻ്റെ തന്നെ നമ്മളിങ്ങനെ ഇംപ്രഷൻ പോലെ എടുക്കുമല്ലോ, അത് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ടീമിനായിട്ട്. എടുക്കേണ്ട കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് അത് അങ്ങോട്ട് അവർ ഫ്രീ ആവുന്ന ദിവസം ഞാനാവില്ല, ഞാനാവുന്ന ദിവസം അവരാവില്ല, അങ്ങനെ കുറേ കൺഫ്യൂഷനിൽ അത് നടന്നില്ല. ഇത്തവണ പോകുമ്പോൾ ചെയ്യിക്കണം. സോറി. അപ്പോൾ ഇതെന്തായാലും നമുക്ക് ലഞ്ച് ചെയ്യേണ്ടത് ചെയ്യണം കേട്ടോ വിഷ്ണു. കയ്യിൻ്റെ പ്രിന്റ് ഞാനത് ചെയ്യാൻ വേണ്ടി വാങ്ങും. ഒരു 7 മാസമൊക്കെ ആകുമ്പോഴാണ് പിള്ളേർക്ക് ആ ഒരു സെപ്പറേഷൻ ആങ്സൈറ്റി തുടങ്ങുക എന്നല്ലേ പറയുക. ഒരു 10 മാസമൊക്കെ ആകുമ്പോൾ ഇവർ ഭയങ്കര ക്ലിങ്ങിയായിരിക്കും. ഞാൻ എവിടെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ പിന്നാലെ ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ റിയലൈസ് ചെയ്യുന്ന പോലുമില്ല, പല മൊമെൻറ്റിലും ഞാൻ അറിയാതെ ഇവൻ എൻ്റെ ഒക്കത്തും എൻ്റെ മടിയിലൊക്കെ ഇവൻ എത്തിയിട്ടുണ്ടായിരിക്കും. മദേഴ്സ് ഡേക്ക് എന്താ ഗിഫ്റ്റ് വേണ്ടതെന്ന് വിഷ്ണു ആദ്യം ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു 1.5-2 മണിക്കൂർ എനിക്കിഷ്ടമുള്ള ടിവിയും കണ്ട് കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് ഉറങ്ങി വെറുതെ ഇങ്ങനെ ഇരിക്കണം. മുന്നേ നമുക്ക് എളുപ്പത്തിൽ കിട്ടിയിരുന്ന അങ്ങനത്തെ സമയം ഇപ്പോൾ നമ്മൾ ഗിഫ്റ്റായി ചോദിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു. അടിപൊളിയല്ലേ? അപ്പോൾ എന്തായാലും വിഷ്ണു കുറച്ച് നേരം അവനെയും കൊണ്ട് മുകളിലോട്ട് പോയിട്ടോ. ഞാൻ കുറച്ച് നേരം എനിക്ക് ഇഷ്ടമുള്ള ടി വിയൊക്കെ കണ്ട് കുറച്ച് നേരം ഉറങ്ങി അങ്ങനെയൊക്കെ ചെയ്തും കൊണ്ട് ഞാനിങ്ങനെ ഒരു 1-1.5 മണിക്കൂർ ഇവിടെ ഇങ്ങനെ ഇരുന്നു. അത്രയൊക്കെ മാക്സിമം നമുക്ക് ഇരിക്കാനും പറ്റുള്ളൂ കേട്ടോ. 1.5 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് മുകളിൽ നിന്ന് ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി തോന്നും, അവനെ ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവരാൻ വേണ്ടി തോന്നും. അതൊക്കെ പാർട്ട് ഓഫ് നമ്മുടെ ഈ ഒരു ഇതിൽ അങ്ങനെ അതങ്ങോട്ട് പോയിക്കോളും. നേരത്തെ പറഞ്ഞതുപോലെ ഈവനിങ് നമ്മൾ കുറച്ച് ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് നമ്മളിവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പം ഞാൻ എപ്പോഴും പുറത്ത് പോകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം യുവീനെ അങ്ങോട്ട് റെഡിയാക്കും. എന്നാൽ പിന്നെ അതിലോട്ട് അങ്ങോട്ട് അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഒരു ഡ്രസ്സ് ഏതാണെന്നറിയോ? നമ്മൾ ഗ്രീസ് പോയ സമയത്ത് ഒരു തവണ യുവി കക്കി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് അവൻ ഋതിക് റോഷനെ പോലെ റെഡിയാക്കിയെന്നൊക്കെ വിഷ്ണു ഇങ്ങനെ ചുമ്മാ പറയുന്നുണ്ടായിരുന്നില്ലേ. ആ ഒരു ഡ്രസ്സാണ് അത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഉള്ളിൽ ആ ഒരു റോംബർ വരുന്ന അമ്മു ചേച്ചി ബാർസലോണയിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ. ബാക്കി ആ ജീൻസും ഡെനിമിൻ്റെ ഷർട്ടും ആയിരുന്നു നമ്മളന്ന് എന്താ പറയുക ഗ്രീസ് പോകുന്ന സമയത്ത് നമുക്ക് ഒട്ടും ഒരു ഫോട്ടോ പോലും എടുക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് മാറ്റേണ്ടി വന്നത്. യുവിയുടെ കുടുംബം നല്ല രസമുണ്ട്, മുടി നല്ല രസമുണ്ട് എന്നൊക്കെ നിങ്ങൾ പറയാറുണ്ടല്ലോ. പക്ഷെ ഇതൊന്ന് കെട്ടുക എന്നുള്ളത് എന്തൊരു പണിയുള്ള കാര്യം എന്നറിയോ? എന്ത് ചെയ്താലും ചെങ്ങായി മുടി തൊടാൻ വേണ്ടി സമ്മതിക്കില്ല. നമ്മളെല്ലാവരും കൂടെ ഒന്ന് പുറത്തു പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. നമ്മളെന്ന് പറയുമ്പോൾ നമ്മൾ പ്രതു ഗീതു, അൻഷിഫ ഷെറീർ, ഇത്ര പേരേ ഉള്ളൂ. ആഷിക്കും അമ്മയുണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത് വാവ് ക്രാബ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇങ്ങനെ ബക്കറ്റിൽ സീ ഫുഡുകൾ കൊടുന്ന് അങ്ങനെ കൊട്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് മദേഴ്സ് ഡേ ആയത് കാരണം നമ്മൾ അവിടെ പോയിട്ട് ഒരുമിച്ച് ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. ബാക്കി എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കുറച്ച് പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് മാത്രം നമ്മൾ ഇന്ന് അവിടെ പോവുകയാണ്. അപ്പോൾ റെഡി ആവാം. നമ്മളിവിടെ സെൻറ്ററത്തുള്ള വാവ് ക്രാബിലാണ് പോണേ. അപ്പോൾ കാറ് നമുക്ക് പാർക്ക് ചെയ്ത് അവിടുന്ന് മെട്രോ എടുത്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. സെൻറ്ററത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്യാനിട്ട് കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് പിന്നെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ P+R അവിടുന്ന് പോവുക ചെയ്യണം. യുവി റെഡി ആയിട്ടുണ്ട്, കാണിച്ചു കേട്ടോ. യൂഷ്വൽ ഒരു ഹാൻസം ബോയ് ആയിട്ടുണ്ടല്ലോ. ഇതായിരുന്നു നമ്മളന്ന് ഗ്രീസിൽ പോയ സമയത്ത് ഞാൻ അവനെ ഇടിക്കാൻ വേണ്ടി വിചാരിച്ച ഡെനിമിൻ്റെ ജാക്കറ്റും അതേ സെയിം കളർ ജീൻസും. പക്ഷെ അന്ന് ഇതിലായിരുന്നു അവൻ വൊമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 2-3 തവണ. കക്കി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് കാരണം ചേഞ്ച് ചെയ്യേണ്ടി വന്നു. ഇന്ന് നമ്മൾ വീണ്ടും അതിട്ടിരിക്കുകയാണ്. ഋഷി എന്തോ ഒരു കള്ളത്തരം കാണിക്കുന്നുണ്ടല്ലോ അവിടെ. ഒരു കള്ളച്ചിരി ഉണ്ടല്ലോ. ഇതെന്താണ്? ഇത് യൂഷ്വൽ സൺഗ്ലാസ് ആട്ടോ. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമുള്ള കളറാണ്. അതുകൊണ്ട് ഇവൻ്റെ അധികം കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കളറിലോട്ടാണ് വരിക. കണ്ടോ ഈ കളറ്. പിന്നെ അതേപോലെ ഇവൻ്റെ ഫ്ലാസ്ക്, ടിഷ്യൂവിൻ്റെ ബോക്സ് എല്ലാം ഈ ഒരു കളറാണ്. ഞാൻ ഒട്ടും പ്ലാൻ ചെയ്ത് വാങ്ങിയതല്ല. വാങ്ങി വന്നപ്പോൾ എല്ലാം ഇതായിപ്പോയി. ഞാൻ കാണിച്ചു. ഡയപ്പർ ബാഗിൻ്റെ അകത്ത് ഇവൻ്റെ ടിഷ്യൂവിൻ്റെ ബോക്സ്, അതേപോലെ ഇവൻ്റെ ഫ്ലാസ്ക് എല്ലാം ഈ ഒരു കളറാണ് വരുന്നത്. ഇപ്പൊ കുറച്ചും കൂടി ഇവരെയും വെച്ച് ഇറങ്ങാനുള്ള ഒരു നാക്ക് നമ്മൾ പഠിച്ചു കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ പുറത്തിറങ്ങുക എന്ന് പറയുമ്പോൾ ഭയങ്കര സമയം എടുക്കുന്ന ഒരു കാര്യമായിരുന്നു. 5 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 2 പേരുടെ ലാക്ക് ഓഫ് പ്ലാനിങ് കാരണമായിരിക്കാം, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കുറവ് കാരണമായിരിക്കാം, എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം നമുക്ക് 5 മണിക്ക് വിചാരിച്ചത് 6:30, 7 ആകുമ്പോഴും നമുക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റാറില്ല. ഇപ്പം എങ്ങനെ ഞാൻ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇവൻ്റെ ഡയപ്പർ ബാഗ് ഫുൾ ടൈം അത് പാക്ഡ് ആയിരിക്കും. വീട്ടിലെത്തിയ ഉടനെ തന്നെ ഞാൻ എക്സ്ട്രാ ഒരു വാട്ടർ ബോട്ടിലും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഫുൾ ടൈം അവൻ്റെ ഡയപ്പർ ബാഗ് പാക്ഡ് ആയിരിക്കും. ഇറങ്ങുന്ന സമയത്ത് അത് എടുത്തിറങ്ങുക എന്നുള്ളൊരു ആവശ്യം മാത്രമേ വരുള്ളൂ. പിന്നെ അതേപോലെ ഞാനിപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ നിങ്ങൾ കാണുമ്പോൾ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് തോന്നും ഗെറ്റ് റെഡി വിത്ത് മീ എന്നൊക്കെ ഉണ്ടെങ്കിലും ഇറങ്ങാൻ നേരത്തെ ഒരു ഷടപട ബഹളത്തിലായിരിക്കും നമ്മളത് എടുക്കുന്നുണ്ടായിരിക്കുക.
അപ്പോൾ ഞാൻ റെഡിയാവുന്ന സമയം വിഷ്ണുവായിരിക്കും യുബീനെയൊക്കെ റെഡിയാക്കുന്നത്. ചില സമയത്ത് അവൻ ഭയങ്കര ക്രാങ്കി ആയിരിക്കും, നിലത്തിരിക്കാൻ വേണ്ടി സമ്മതിക്കുകയില്ല. അപ്പോൾ ഇപ്പം നോക്കാറുള്ള കാര്യം, ഞാൻ റെഡിയാവുന്നതിൻ്റെ മുന്നേ അവനെയും കൂടെ റെഡിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ബെറ്റർ അല്ലേ രാവിലെ കുറച്ചും കൂടെ സമയത്ത് ഇറങ്ങാൻ. ഇന്ന് 5 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ 5:08 ഇറങ്ങി അല്ലേ? 5:10 ഞാൻ കാറിൽ നിന്ന് കയറി. 8 ലോക്ക് ചെയ്ത് ഇറങ്ങിയപ്പോ. നമ്മള് പ്രദുവിന്റെ അവിടെ എത്തിയിരിക്കുകയാണ്. പ്രദുവിനെയും ഗീതുവിനെയും പിക്ക് ചെയ്തിട്ട് നമ്മള് 2 ഫാമിലിയും കൂടെ ഒരുമിച്ചിട്ടാണ് വൗ ക്രാബിലോട്ട് പോണേ. ഹലോ ഗായ്സ്. ഹലോ പെടു. ഇല്ല, വീട്ടിലിരിക്കാൻ സമ്മതിക്കില്ല. എവിടെ എനിക്കുള്ള ഫ്ലവേഴ്സ് അവിടെ പുഷ്പങ്ങൾ. എന്റെ ഫസ്റ്റ് മദേഴ്സ് ഡേ. ആര് വണ്ടി ഓടിക്കണ്ടെങ്കിലും വളരെയധികം അഭിപ്രായമുള്ള ഒരാൾ എനിക്കറിയാം. ലെഫ്റ്റ് അല്ല റൈറ്റ് ആണ്. യുവീനെ നോക്ക്, കട്ടക്കലിപ്പ്. ഒരു ലിഫ്റ്റ് വരുന്നുണ്ട് കേട്ടോ ഇവിടുന്ന്, സ്ലോ മോഷൻ. ഞാൻ സ്റ്റെപ്പിൽ വരാക്കി ഭയങ്കര ടെൻഷൻ അങ്ങനത്തെ സ്ലോ ലിഫ്റ്റ്. നമ്മള് അല്ല ഏത്തൻസ് പോയപ്പോ ഓർമ്മയില്ലേ മറ്റേ നിങ്ങൾ 5 നേരം സ്റ്റെപ്പ് കയറിയത്, മറ്റേ ഗോൾഡൻ ലിഫ്റ്റ്. പ്രതു അതിന് ചവിട്ടിട്ടാ പോയത്. എന്താണ് നിനക്ക് ഇത്ര കലിപ്പ്? എനിക്ക് മനസ്സിലാവണില്ല. ചെയ്തോ ഒരു മദേഴ്സ് ഡേ ആയിട്ട് നിങ്ങൾ എന്തൊക്കെ കാട്ടിക്കൂടണേ. എന്തോ വന്ന അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് കാട്ട കലിപ്പിലാണ്. യുഷി ഈ ഒരു ഇതാണ് നമ്മുടെ വൗ ക്രാബ്. നല്ല ഞണ്ടിന്റെ മണം. ഗീത് കെട്ടിയല്ലോ. നോക്ക് അവിടെ മറ്റേ ബിക്കിനി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രതു കെട്ടോ? അല്ല പ്രതു മറ്റേത് കെട്ട്. പ്രതു പക്ഷെ വിഷ്ണുവിന് ഇതാണല്ലോ. ആഷിക്കോട് എത്രാമത്തെ തവണ? നമുക്കിവിടെ ആക്സസറീസ് ആയിട്ട് പ്രതുവിന്റെ വാച്ച് കൊള്ളാട്ടോ. ഓട്ടോമാറ്റിക് ആണോ? സൂക്ഷ്മദർശിനി അല്ല, ഭരതനാട്യം. മോഹിനിയാട്ടം. ഇതെനിക്ക് സ്ഥിരമാക്കിയത് ഇതിനോട് 5 തരാൻ പറ്റും. ഞാൻ എല്ലാ ഹോട്ടലിൽ പോയി ഷട്ടിൽ കറിയോളൂ. ഇന്നാളൊരു പാസ്ത കഴിച്ചപ്പോഴും പുതിയ ഷർട്ടിൽ ഫുള്ള്. ഈ ഒരു സംഗതി നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. ഇവരിങ്ങനെ ഒരു കവറിൽ നല്ല മാരിനേറ്റ് ചെയ്ത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ള പ്രോൺസ്, ഞണ്ട്, കല്ലുമ്മക്കായ, അതെല്ലാം കൂടെ അവർ വന്ന് നമ്മുടെ ടേബിളിൻ്റെ മുകളിൽ തന്നെയാണ് അവർ സെർവ് ചെയ്യുന്നത്. എനിക്ക് ആ കോൺ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഒരു മസാലയുടെ ഒരു ഫ്ലേവർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുഴുവനായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. യുവി ആദ്യമായിട്ടാണ് റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഇതേ ബേബി ചെയറിൽ ഇരിക്കുന്നത് കേട്ടോ. വലിയ തിരക്കേടുണ്ടായിരുന്നില്ല. ഒരു ക്രാക്കറൊക്കെ കൊടുത്ത് പിന്നെ അവൻ്റെ ഫുഡ് നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചില ആൾക്കാർക്ക് ഇങ്ങനെ ഒരുമിച്ച് കഴിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരും പോകുന്നതിൻ്റെ മുന്നേ രണ്ടാമതൊന്ന് ചിന്തിക്കുക. പിന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഒപ്പം പോവുക. അതും കൂടെ ആവശ്യമുള്ളൊരു കാര്യമായിരിക്കും നമ്മളിങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ എന്നുള്ളത് എനിക്ക് തോന്നുന്നു. നമുക്ക് എല്ലാവർക്കും ഫുഡിനേക്കാളും കൂടുതൽ സത്യം പറഞ്ഞാൽ ഈ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടത്. എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ടേബിളിൻ്റെ ഒരു എൻഡ് തൊട്ട് മറ്റേ എൻഡ് വരെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് രസമുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. ഈ കരച്ചിലൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. എന്തൊരു കള്ളക്കരച്ചിൽ വീരനാണെന്നറിയോ. അവനിപ്പോൾ അത് തുടക്കണ്ട, അത് മാറ്റി കഴിഞ്ഞപ്പോൾ അവൻ്റെ കരച്ചിൽ കഴിഞ്ഞു കണ്ടോ. പക്ഷെ രസമാണ് ആ കരച്ചിൽ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ 10 ആൾക്കാരുടെ അടുത്താട്ടോ ഉണ്ടായിരുന്നത്. നമ്മളൊരു 2 ബക്കറ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും വയറ് നിറയുന്ന അത്രയും ഉണ്ടായിരുന്നു. യുവിക്ക് ഇവിടെ ഇരുന്നിട്ട് ചെറുതായിട്ട് ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ നേരമായില്ലേ ഒരേ സ്ഥലത്ത് തന്നെ ഇരിക്കണു. നമ്മുടെ എല്ലാവരുടെയും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. നമ്മളിനി മെല്ലെ ഇറങ്ങാമെന്ന് വിചാരിക്കുകയായിരുന്നു കേട്ടോ. അവർ ഈ ഒരു ടേബിളിൽ വിരിച്ചിട്ടുള്ള ആ ഒരു കഴിക്കുന്ന ആ ഒരു ഷീറ്റ് ഉണ്ടല്ലോ, അതങ്ങനെ റോൾ ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ക്രിക്കറ്റ് നടക്കുന്നതിൻ്റെ എന്തൊക്കെയോ കാര്യങ്ങൾ അവർ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഷെറീറിൻ്റെ ഔട്ട്ഫിറ്റ് എപ്പോഴാണ് ഞാൻ മൊത്തമായിട്ടൊന്ന് നിരീക്ഷിക്കാനുള്ള ഒരു അവസരം കിട്ടി. നല്ലായിരുന്നു കേട്ടോ. പക്ഷേ രണ്ടാമത് വരുമോ എന്നറിയില്ല. വരുമോ?
രണ്ടാമതില്ല, പക്ഷെ ഗുഡ് ആയിരുന്നു. പക്ഷെ വൺ ടൈം ഗുഡാ, പക്ഷെ സെക്കൻഡ് വരില്ല. എന്താണ് മീൻ കഴിക്കാത്ത ആൾക്ക് പറയാനുള്ളത്? ഇവരാരും വരാത്തോണ്ട് ഞാൻ സന്തോഷിക്കും. സ്ട്രെസ്ഡ് ആയിട്ടൊന്നും ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു മീൻ കഴിക്കാൻ വേണ്ടി, ഒട്ടും താല്പര്യമില്ല. അതെങ്ങനെ ഉണ്ടായിരുന്നു പ്രഭു? നല്ലായിരുന്നു ഓവറോൾ. പക്ഷെ ഒരു ബക്കറ്റിന് എത്രയാ വരുന്നത്? 80 ആണ് ഒരു ബക്കറ്റിന് വരുന്നത്. കുഴപ്പമില്ല, പക്ഷെ അതിന്റെ ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളിനി ഇവിടുന്ന് 2 വഴിക്ക് പോവാണ് കേട്ടോ. നമ്മൾ കാറ് നമുക്ക് വന്ന മിസ്റ്റേക്ക് കാരണം ഇവിടെ തന്നെ ആയിരുന്നല്ലോ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനും പ്രതുവും വിഷ്ണുവും ഗീതു യുവിയും കൂടെ ഇങ്ങോട്ടും, ബാക്കി എല്ലാവരും അങ്ങോട്ട് ട്രാം സ്റ്റേഷനിലോട്ടും പോവാണ്. ഗീതു ഒരുപോലെ തന്നെ ഒരു ടഫ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. മദേഴ്സ് ഡേ ആവോണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. ഈ കച്ചറ ടീംസിനെ കൊണ്ട് വലിയ കച്ചറയാണല്ലോ. Can I get a minute of silence, please? ഇടാത്താണ് ഞാൻ എന്താ ചെയ്യാ. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ മദേഴ്സ് ഡേ കൊണ്ട് അല്ലെങ്കിൽ ഞാൻ ചോദിക്കില്ല കേട്ടോ, വീണ്ടും പറയണ. ഒരു അമ്മയായിട്ട് എന്നെ നിങ്ങൾ എങ്ങനെ കാണുന്നു? എങ്ങനെ കാണുന്നു? ഞാൻ അൽക്കനോട് പറഞ്ഞ പൽക്ക പറയാ, നിന്നെ ഞാൻ ഇതൊരു അമ്മയായി കണ്ടിട്ടുണ്ട്. നീ പറഞ്ഞിട്ടുണ്ടോ? ഗീതു നേരെ പോയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടുന്ന് ലെഫ്റ്റ് എടുക്കുമ്പോ നല്ലോണം ഒന്ന് യു ഷേപ്പിൽ വളച്ചെടുക്കണം. ഓക്കെ, ഇത് എല്ലാരും ഡ്രൈവിംഗിൽ ഇടപെടും. സ്റ്റിയറിംഗിൽ കൈ വെക്കില്ല. നമുക്ക് ആകെ പറയാൻ പറ്റും ഈ ഡ്രൈവിങ്ങിന്. ആര് സ്റ്റിയറിംഗിൽ കൈവച്ചാലും 100 അഭിപ്രായമായിട്ട് അപ്പൊ രംഗത്തെത്തും. ആ മുഖം ഞാൻ മാത്രം 2 നാട്ടിൽ ഇവിടുത്തെ ക്ലാസ്സിൽ പോയ ആളുള്ളൂ, അതുകൊണ്ട് റൂളൊക്കെ എനിക്കറിയാം. എന്താണ് പൊതുവെയുള്ള അഭിപ്രായം? ഇതിന്റെ അടിയിൽ കൂടെ ഒരു കിടിലം ബോട്ട് വരും. ഇപ്പൊ പ്രതു മോളിന്ന് ചാടുന്നാണ് പ്രതു പറയണത്. ഞാനിത് എടുത്തു. പ്രതു ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ചാടും. കിടിലം ബോട്ടല്ലേ, നല്ല ബോട്ട്. എന്തായാലും നമ്മൾ ആംസ്റ്റർഡാം വന്നു. അപ്പോൾ കുറച്ച് നേരം കൂടി ഇവിടെയൊക്കെ നടന്നതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമ്മൾ യുവീനെ ഒന്ന് ഫ്രഷ് ആക്കിയതിന് ശേഷം ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് സ്ലീപ്പ് സ്യൂട്ടിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു. കാരണം ഇനി നേരെ അങ്ങോട്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ കാറിന് അവൻ ഉറങ്ങിക്കോളും. അപ്പോൾ ചുമ്മാ എടുത്ത് കിടത്തിയാൽ മതി. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ചായപ്പോഴേ ഇത്രയധികം സീ ഫുഡല്ലേ കഴിച്ചത്. ചിലവർക്ക് അലർജി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ ഒപ്പം കഴിച്ച 1-2 ആൾക്കാർക്ക് ചെറുതായിട്ടൊക്കെ സ്കിന്നിൽ ഇങ്ങനെ അലർജി കാണാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു 1 മണിക്കൂറിലൊക്കെ തന്നെ അങ്ങോട്ട് സോർട്ടായിട്ട് പോയി. ഡോക്ടറെ കാണിക്കണമെന്നൊക്കെ വിചാരിച്ചു വന്നു, പക്ഷേ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. എന്തായാലും ഒരു ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം തന്നെ മലയാളി. ടാറ്റാ. അപ്പോൾ ഒരിക്കൽ കൂടെ ഹാപ്പി മദേഴ്സ് ഡേ.